കേരള പോലീസ് അക്കാദമി വളപ്പിലെ ലക്ഷങ്ങൾ വിലയുള്ള ചന്ദന മരങ്ങൾ മോഷ്ടിച്ചു കടത്തി. തൃശൂർ രാമവർമ്മപുരത്തെ അക്കാദമി ക്യാമ്പസിനുള്ളിലെ 30 വർഷം പഴക്കമുള്ള 2 മരങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. അക്കാദമി എസ്റ്റേറ്റ് ഓഫീസറുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ക്യാമ്പസിലെ സംരക്ഷിത മരങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക പട്രോളിംഗ് നടത്തണമെന്ന് പോലീസ് അക്കാദമി അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പിയുടെ സർക്കുലർ ഉണ്ട്. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. തലസ്ഥാനത്തെ ഹെഡ്ക്വാർട്ടേഴ്സ് കഴിഞ്ഞാൽ കേരള പോലീസിന്റെ ഏറ്റവും വലിയ കേന്ദ്രം. 24 മണിക്കൂറിലും കനത്ത കാവലുള്ള ഇടം. 356 ഏക്കറോളം വിസ്തൃതിയുള്ള പോലീസ് അക്കാദമിക്കുള്ളിൽ കടന്ന് 2 ചന്ദനമരങ്ങളാണ് മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. 30 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങളുടെ കാതിലുള്ള ഭാഗങ്ങൾ മാത്രം മുറിച്ചെടുത്താണ് പ്രതികൾ രക്ഷപ്പെട്ടത്. സംഭവം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് അക്കാദമി അധികൃതർ വിവരമറിയുന്നത്. ഇതിന് പിന്നാലെ അക്കാദമി എസ്റ്റേറ്റ് ഓഫീസർ സതീഷ് ടി യു വിയ്യൂർ പോലീസിൽ പരാതി നൽകി. ഡിസംബർ 27-നും ജനുവരി 2-നും ഇടയിൽ മോഷണം നടന്നതായാണ് സംശയിക്കുന്നതെങ്കിലും ഇത് സംബന്ധിച്ച് യാതൊരു തെളിവും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. വൻ ഭൂവിസ്തൃതിയുള്ള അക്കാദമി ക്യാമ്പസിലെ പകുതിയിലേറെ ഭാഗം കാട് കയറിയ നിലയിലാണ്. ചന്ദനവും തേക്കും ഈട്ടിയും അടക്കമുള്ള രാജവൃക്ഷങ്ങൾ ഏറെയുള്ളതിനാൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് കാട്ടി ഇതിനിടയിൽ പ്രത്യേക സർക്കുലറും അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും പുറത്തുനിന്നുള്ളവർ അക്കാദമിയിലേക്ക് പ്രവേശിക്കുമ്പോഴും തിരികെ ഇറങ്ങുമ്പോഴും പ്രത്യേക പരിശോധന നടത്തണമെന്നും അഡ്മിനിസ്ട്രേഷൻ ഡിവൈഎസ്പി പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. അതേസമയം അതീവ സുരക്ഷയുള്ള പോലീസ് അക്കാദമിയിൽ നടന്ന മോഷണം സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കാകെ നാണക്കേടായി മാറിയിട്ടുണ്ട്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.